നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലൻ വീട്ടിലേക്ക് വരുവാണ്. ബാലന്റെ മനസ്സിലാണെങ്കിൽ നൂറുകൂട്ടം ടെൻഷനാ. ശ്രീദേവി അവളിവിടെ കാണുമല്ലോ, അവളെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. അവളെ തന്റെ കൺമുന്നിലേക്കൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കോ. ഉദയഭാനു പിന്നാലെ വന്നോളും. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ബാലൻ വീട്ടിലേക്ക് കയറി വരുന്നേ. ആ സമയത്ത് ഗോമതി എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ബാലേട്ട ഇത് നേരത്തെ? ആ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോന്നു എന്ന് പറയണ. അല്ല ശ്രീദേവി വന്നില്ലേന്ന് ചോദിക്കാം. മീനാക്ഷി മിത്രയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇല്ല ദേവിമോള് വന്നില്ല എന്ന് പറയാം. എന്താ ഇത്ര ലേറ്റ് ആന്നേ? ചിലപ്പോ കൂടുതൽ ജോലി കാണു വച്ചാ അതുകൊണ്ടായിരിക്കും വരാത്തേന്ന് മീനാക്ഷി പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയാണല്ലേ? എന്താ വച്ചാ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഗോമതി നീ പോയി കടുപ്പത്തിന് എനിക്ക് ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഇതെന്താ ബാലേട്ട എങ്ങനെ? സാധാരണ ഈ സമയത്ത് ഒരു ചായ കൂടി പതിവുള്ളല്ലോ, നീ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. ഗോമതി അങ്ങോട്ടേക്ക് പോയി അടുക്കളയിലേക്ക്. ഇതെന്ത് ശീലം എന്നൊക്കെ ഓർത്തോണ്ടാണ് ഗോമതി അങ്ങോട്ടേക്ക് പോകുന്നത്. കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ധർമ്മനും ആകാശം കൂടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവര് വന്നിട്ട് ധർമ്മം ബാലിനോട് ചോദിച്ചു, അല്ലളിയ അളിയനെന്താ ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ടേക്ക് പോന്നേ? എന്താടാ, എനിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ നിന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല സാധാരണഗതിയിൽ നൂറുകൂട്ടം ജോലികളൊക്കെ ഏൽപ്പിച്ചിട്ട് പോരുന്ന, ഇന്ന് അളിയനൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ. പിന്നെ കട പൂട്ടുന്ന സമയത്ത് അളിയൻ അവിടെ ഇല്ലായിരുന്നു. അതെന്താ, ഞാൻ വരണം നിർബന്ധമുണ്ടോ? നീ പൂട്ടിയിട്ട് വരത്തില്ലേ? അങ്ങനെ അല്ലല്ലോ അളിയ. എന്തോ അളിയന് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് ധർമ്മന് മനസ്സിലായി. ഇതേ സമയത്ത് ആകാശം മുറിയിലേക്ക് വന്നു. മീനാക്ഷി പുറകെയും ചെല്ലുവാണ്. മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, ആകാശേ എനിക്കിന്ന് മന്ത്രി ഓഫീസിൽ നിന്ന് കത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കത്തോ? എന്ത് കത്ത്? അല്ല ആകാശും എന്റെ അച്ഛനും എല്ലാം ചേർന്നിട്ട് എനിക്കൊരു പണി തരാൻ തീരുമാനിച്ചല്ലോ. അപ്പൊ മന്ത്രി ഓഫീസിൽ ഞാൻ നേരിട്ട് ഹാജരാകണം പോലും. വേണ്ടുന്ന രേഖകളൊക്കെ കൊണ്ടേ കൊടുക്കണോന്ന്. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, അതിന് ഞാനൊന്നും ചെയ്തില്ലോ. ഓ ആകാശൊന്നും ചെയ്തില്ലല്ലേ? എന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് ആകാശും എന്റെ അച്ഛനും ഒക്കെ ചേർന്നല്ലേ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയത്. എന്നിട്ടിപ്പൊ അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നോ? പക്ഷെ എനിക്കൊരു ഭയമൊന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് ട്രാൻസ്ഫർ ആയാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ സത്യത്തിന്റെ നീതിയുടെ ഭാഗത്ത് എതിരെ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, നിന്നോട് പലവട്ടം പറഞ്ഞല്ലേ ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരാനായിട്ട്. അന്ന് തരുവായിരുന്നു ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. മിക്കവാറും കൃഷ്ണമംഗലംകാരായിരിക്കും. അവരെയൊക്കെ ശത്രുക്കളാക്കി വെച്ചിരിക്കില്ലേ, അവരുടെ എന്തോ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നൊക്കെ അവരും പരാതി പറയുന്നത് കേട്ടു. ഓ അപ്പൊ അത്രത്തോളം വരെ എത്തി കാര്യങ്ങളല്ലേ? പക്ഷെ ആകാശ് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോ, ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അങ്ങനെ ആരുടെ മുന്നിൽ തലകുനിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ജോലി പോയാലും ശരി, ഞാൻ സത്യം വിട്ടും ഒരു കളിക്കും തയ്യാറല്ല. ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ആകാശിനെ മേടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചെടുത്തോ. പക്ഷെ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം കിട്ടാൻ പോകുന്നില്ല. അതിനിയിപ്പൊ എന്റെ വേണം ജോലി നിങ്ങൾ തെറിപ്പിച്ചോ, അല്ല എനിക്ക് ട്രാൻസ്ഫർ അടിക്കുകയോ ചെയ്തോ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, നീ ഈ പറയുന്ന കേട്ടാ തോന്നുമല്ലോ എനിക്ക് വേണ്ടി മാത്രമാണ്. അതെ, ആകാശിന് ഒരു തോന്നലുണ്ട്. ആകാശിന് ആരെയും കൂട്ടുപിടിച്ചിട്ട് എന്നെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഊടായ്പിലൂടെ കടയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാന്ന്. അതൊക്കെ വെറും ധാരണ മാത്ര. ആകാശേ ഇനിയിപ്പോ ലൈസൻസ് കിട്ടിയാൽ പോലും കട തുടങ്ങണോ വേണ്ടതെന്ന് ഞാനും കൂടെ തീരുമാനിക്കട്ടെ. എന്റെ പേരിലല്ലേ തുടങ്ങുന്നേ. ആകാശ് ആ കട തുടങ്ങാൻ പോകുന്നില്ല. അങ്ങനെ മീനാക്ഷി വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആകാശിന് ഭയങ്കര ടെൻഷനായി. ഇവളൊരു കാര്യം തീരുമാനിച്ചാണ്. ഇനിയിപ്പം ഇവൾക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ ജോലിക്കാര്യത്തില്? ആശിച്ച് മോഹിച്ച് കിട്ടിയ ജോലിയാ. മീനാക്ഷിക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും മീനാക്ഷി അന്നും പുറമെ കാണിച്ചില്ല. കാരണം ഇതുവരെ ഒരു തെറ്റും ചെയ്യാതെ സത്യസന്ധമായിട്ട് ജോലി ചെയ്തേ. പിന്നെ താൻ ആരുടെ മുന്നിൽ തല കുനിക്കണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് വീട്ടിലേക്ക് വരുവാണ്. ആനന്ദ് തകർന്ന മനസ്സോടെ വീട്ടിലേക്ക് കയറി വരുന്നേ. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ലടാ ശ്രീദേവി എന്തിയെന്ന് ചോദിച്ചു. അവളുടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. കോമതി ചോദിച്ചു, വീട്ടിലേക്ക് പോകാനോ? ഇതെന്താ ഒരു വാക്ക് പോലും ആരോടും പറയാതെ? അവൾക്ക് പോണമെന്ന് പറഞ്ഞു, അവള് പോയി. അതും പറഞ്ഞ് ആനന്ദ് ആർക്കും മുഖം കൊടുക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലോ, രണ്ടുപേരും തമ്മിൽ എന്തേലും വഴക്കുണ്ടാക്കിയോ? ആ സമയത്ത് ബാലൻ പറഞ്ഞു, ഗോമതി നിന്നോട് പറഞ്ഞായിരുന്നു അവൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം. ഇല്ല ബാലേട്ട, എന്നോടൊന്നും പറഞ്ഞില്ല. മീനാക്ഷിയോടും മിത്രയോടും ചോദിച്ചു, അവരോടും പറഞ്ഞിട്ടില്ല. ഓഹോ, അപ്പൊ തോന്നിയാസം അല്ലേ? അങ്ങനെ തോന്നിയാസം വരാനും പോകാനുള്ള സ്ഥലമല്ലോ ഇത്. ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകേണ്ട മര്യാദ ഉണ്ടല്ലോ. അത് പിന്നെ ആനന്ദിനോട് പറഞ്ഞു കാണും ബാലേട്ട. ആനന്ദിനോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോകുന്നതല്ലേ, ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദയില്ലേ? അത് പോട്ടെ ബാലേട്ട, എന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും, നമുക്ക് പിന്നെ വിളിച്ചു ചോദിക്കാം. പിന്നെ അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല ബാലേട്ടൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? ദേവമോൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും,
പിന്നെ ജോലിയൊക്കെ കിട്ടി തിരക്ക് കാരണം ഇപ്പൊ ദേവമോൾക്ക് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ലോ. പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തിരക്കുള്ള ഫാമിലിയല്ലേ. ഉദയഭാനു സാർ ആണെങ്കിലും ആ സ്ത്രീകൾ ചേച്ചിയൊക്കെ ആണെങ്കിലും വലിയ തിരക്ക് പിടിച്ച കുടുംബമാണ്. അവരെയാണ് എപ്പോഴും ഒന്നും വീട്ടിൽ പോലും കാണത്തില്ല. ചിലപ്പോൾ അവർ വീട്ടിലുണ്ടായിരിക്കും, അപ്പം വിളിച്ചു കാണുമായിരിക്കും, അങ്ങോട്ട് പോയതായിരിക്കും. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞ് തിരക്ക്, അവന്റെ തിരക്ക് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അവനെ തിരക്കല്ല ഉള്ളത്. അവന് ഏതെങ്കിലും കടത്തന്നെ പോയി കുത്തിയിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചീട്ടുകളി കേന്ദ്രത്തിലായിരിക്കും. അവനെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും ഇപ്പൊ വിളിച്ചു പറയാൻ പറ്റില്ലോ. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണ്. ആ സമയം ശ്രീദേവി വിഷമിച്ച് മുറിയിലിരിക്കുക. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ശ്രീദേവിയുടെ അടുത്തേക്ക് ശ്രീകല വന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്തിരിപ്പായിരിക്കുന്നേ, ഒരു കാര്യം ചെയ്താലോ? ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ടുപോയി വിട്ടെന്ന് ചോദിച്ചു. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകത്തില്ല. ഇപ്പൊ തന്നെ അവിടെ എന്നെ അന്വേഷിക്കാൻ തുടങ്ങി കാണും. ആനന്ദണ്ണൻ എന്തേലും കള്ളത്തരം പറഞ്ഞോളും. പക്ഷെ എന്നാലും എനിക്കിനി അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പോലും പറ്റില്ല. ഒരു പക്ഷേങ്കിൽ എപ്പോഴേലും സത്യം പുറത്തു വന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാനിനി ആനന്ദേണ്ണനോടൊപ്പം ആ മുറിയിൽ എങ്ങനെ കഴിയും? ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് എന്നെ കൊണ്ട് അതിന് സാധിക്കില്ലമ്മേ. എന്നെ അതിന് കിട്ടത്തുമില്ല. മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്. ദേ മിണ്ടാതെ എഴുന്നേറ്റ് പോയിക്കണം, മനുഷ്യനോട് സമാധാനം കളയാനായിട്ട്. അപ്പോഴേക്കും ഉദയഭാനു അങ്ങോട്ട് വന്നു. ഉദയഭാനു വന്നിട്ട് പറഞ്ഞു, മോളെ നീ അങ്ങോട്ടേക്ക് പോ. ഇവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ശരിയാവുന്നേ? എത്ര ദിവസം നീ ഇവിടെ നിൽക്കും? എത്ര ദിവസമെന്നോ? അന്നേ അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്റെ കല്യാണം നടത്തിയ സമയത്ത് നമ്മൾ കള്ളത്തരം കാണിച്ച് കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒടുവിൽ പിടിക്കപ്പെടുന്ന സമയത്ത് എന്റെ ജീവൻ നശിച്ചു പോന്ന്. അപ്പൊ പോകുന്നിടത്തോളം വല്ല പോട്ടെ, അതുവരെ നിനക്ക് ജീവിക്കാലോ എന്നൊക്കെയല്ലേ പറഞ്ഞേ. അത് പിന്നെ ഞാൻ കരുതി നീ അവിടെ ചെന്നപ്പോ എന്തേലൊക്കെ അടിച്ചു മാറ്റും, നമുക്ക് ജീവിക്കാനുള്ള വക ഉണ്ടാക്കുന്നു. അത് വല്ലതും നടന്നോ? നീ ആ ഗോമതി സ്റ്റോഴ്സ് കുറെ കാലം കയറിയിരുന്നാണല്ലോ. ഒരു 5 പൈസയെങ്കിലും നീ അവിടെ നിന്ന് എടുത്തോ. നീയും നന്നായില്ല, ഞങ്ങൾ ഇവിടെ നന്നാക്കിയതുമില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ കുറ്റപ്പെടുത്തുവാണ് നീ ഞങ്ങളെ. ദേ അച്ഛ, ഒരു കാര്യം ഞാൻ പറയട്ടോ, എന്റെ കൺമുന്നിൽ നിന്ന് തന്നെ പൊയ്ക്കോ, അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന ആര് കണ്ടു? ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലാതെ വരുമ്പത്തേനും ബാലച്ചനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും സംശയം തോന്നി എന്തുകൊണ്ടായിരിക്കും എന്ന്. ഇനി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി രണ്ടെണ്ണത്തിനെ മുറിയിൽ നിന്ന് ഓടിച്ചു വിടുക. പുറത്തിറങ്ങിയിട്ട് ഉദയഭാനു ശ്രീലയോട് പറഞ്ഞു, ഇതിങ്ങനെ പോയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എത്ര ദിവസം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, 2 ദിവസം അവളിവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഉടായ്പൊക്കെ പറഞ്ഞ് ആനന്ദിനെ കയ്യിലെടുക്കാം. പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകും. പിന്നെ ബാലിനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ പോരെ. അത് ശരിയാ. ചിലപ്പോൾ ഇനി എങ്ങാനും അവർ വിളിക്കുമോ, അവരെല്ലാം ഇങ്ങോട്ടേക്ക് വരുമോ, എന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. നമുക്ക് മോളെ അങ്ങോട്ട് പറഞ്ഞു വിടാലോ. പക്ഷെ അവള് പോകത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമല്ലേ. അവരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഉള്ള സത്യാവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന് പറഞ്ഞു. അത് ശരിയാ. ഇതേ സമയം മീനാക്ഷി പോയി മിത്രയോട് പറഞ്ഞു, അല്ല മിത്രേ, നമുക്ക് ശ്രീദേവി അടുത്ത് നിന്ന് വിളിച്ചു നോക്കിയാലോ? ഒരു വാക്ക് പോലും പറഞ്ഞില്ല, എന്തായിരിക്കും പോലും അത്യാവശ്യം. അങ്ങനെ ശ്രീദേവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിപ്പം സ്വിച്ച് ഓഫ് എന്നാ പറയണേ. അതെന്താ പറ്റി ശ്രീദേവി അടുത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നേ? അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ. പിന്നീട് ഗോമതിയുടെ അടുത്ത് വന്നിട്ട് കാര്യം പറയണം. ഇനിയിപ്പോൾ ആനന്ദേട്ടനും ശ്രീദേവിച്ചും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ എന്ന് ചോദിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ഗോമതി നേരെ ആനന്ദിന്റെ അടുത്തിരുന്നു. ആനന്ദിനോട് ചോദിച്ചു, എടാ സത്യം പറ, നീ ശ്രീദേവി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, അവളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ചോദിച്ചാ. പ്രശ്നമൊന്നും ഇല്ലമ്മേ, അവള് വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞു പോയി, അത്രമാത്രം. ആ ഞാനോർത്തിനി ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണോ പോയെന്നേ. നിന്റെ മുഖം കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. നിന്റെ മുഖമൊക്കെ ആ പട വല്ലാതിരിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, നീ ആകെ ക്ഷീണിച്ചിരിക്കാൻ തോന്നല്ലോ. ചായ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ? ഇപ്പോഴെനിക്കൊന്നും വേണ്ടമ്മേ, എനിക്കൊന്ന് കിടക്കണം, നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ ഗോമതിയെ മുറിയെന്ന് ഒഴിവാക്കുക. ഇതേ സമയം ബാലൻ കരുതി, ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അവൻ ആ ഉദയഭാനുവിനെ തന്റെ കാൽച്ചൂട്ടിലേക്ക് കൊണ്ടുവരണം, വിളിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ബാലൻ ഗോമതിയോട് പറഞ്ഞു, ഗോമതി ഞാൻ ഉദയഭാനു ഒന്ന് വിളിക്കട്ടെ. എന്താ ബാലട്ടെ പ്രത്യേകിച്ച്? അല്ല, മോളവിടെ എത്തിയോ ഇല്ലെന്ന് അറിയണമല്ലോ. കാരണം തോന്നിയ ദിവസം അല്ലല്ലോ നമ്മൾ ഈ വീട്ടിലേക്ക് ആനന്ദിന്റെ ഭാര്യയായിട്ട് കൊണ്ടുവന്നല്ലേ അവളെ. അപ്പൊ അവള് ചോദിക്കാതെയും പറയാതെയും പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു വേണ്ട നമ്മൾ വേണ്ട ഉത്തരവാദിത്തം പറയാനായിട്ട്. രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോമതിക്ക് ടെൻഷനായി. അങ്ങനെ ഒടുവില് ബാലൻ ഉദയഭാനെ വിളിക്കുകയാണ്. ഈ സമയത്ത് ഉദയഭാനും ശ്രീകലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫോൺ ബെല്ലടിക്കുന്നതായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ, ഇതേ ശ്രീകല ഇതേ ബാലനെ വിളിക്കുന്നേ. എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, നിങ്ങളടുത്ത് സംസാരിക്കുക. ഞാൻ എന്ത് സംസാരിക്കാനായിട്ടാ? എനിക്ക് പേടിയാ. ഇനി എന്തെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുന്നതാണെന്ന് അറിയത്തില്ല. എന്റെ മനുഷ്യ, കോൾ എടുത്തല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. നിങ്ങൾ കോൾ എടുക്കാതെ എങ്ങനെയാ അറിയണേ? എന്നാലും എനിക്ക് പേടിയാ ശ്രീകലെ. അയാളെ ചീത്ത പറയാൻ വിളിക്കണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യ, നീ എടുക്ക്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും തിരക്കില്ല, എന്തെങ്കിലും മീറ്റിങ്ങിലാന്ന് പറ. ഞാനോ? അല്ലാതെ
അങ്ങനെ ശ്രീകല എടുത്തു. ശ്രീകല എടുത്തിട്ട് ചോദിച്ചു, അല്ല എന്താ ബാലേട്ടാ, എന്താ വിളിച്ചെന്ന് ചോദിക്കുക. അല്ല ഉദയഭാനു സാറില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകല, അയ്യോ ഉദയേട്ടനുണ്ട്, ഉദയേട്ടൻ എന്തൊരു മീറ്റിങ്ങിലാ, എന്തൊരു വലിയ കോൺഫറൻസ് മീറ്റിങ്ങിലാ എന്ന് പറയണ. അല്ല കോൺഫറൻസ് മീറ്റിങ്ങോ, അതെവിടെയാ? അല്ലെ ഫോണിൽ കൂടെ. ഫോണിൽ കൂടെയോ? അപ്പൊ ഈ ഫോണിലേക്കാണല്ലേ വിളിച്ചിരിക്കുന്നത്? അതോ ഉദയേട്ടന് വേറെ ഫോണൊക്കെ ഉണ്ട് കോൺഫറൻസ് മീറ്റിങ്ങിന് വേണ്ടി. ഓ അപ്പൊ അങ്ങനെയാണ്. അല്ല എപ്പോഴായിരിക്കും പോലും ഫ്രീ ആന്നേ? ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. അല്ല എന്താ വലട്ടെ, എന്താ കാര്യം? ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചു. ഇവിടെയുണ്ട്. അല്ലെന്താ, ഇവിടെ ഒരു വാക്ക് പോലും പറയാതെയാണല്ലോ ശ്രീദേവി അങ്ങോട്ട് വന്നിരിക്കുന്നേ. നിങ്ങൾക്ക് എന്താ അവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവളോട് ചോദിക്കുകയൊന്നും ചെയ്തില്ലേ? അയ്യോ എന്താ വലട്ട, അവള് വല്ല വഴക്കുണ്ടാക്കിയും പോന്നാണോ അവിടുന്ന്? അതൊന്നുമല്ല, ഇവിടുന്ന് ഒരു വാക്ക് പോലും പറയാതെ അവളങ്ങോട്ട് പോന്നിരിക്കുന്നേ. അങ്ങനെ തോന്നിയാസം വരാനും പോകാനൊന്നും പറ്റുന്ന വീടല്ല ദേമംഗലം. അത് മോളോടൊന്ന് പറഞ്ഞാൽ നല്ലത്. ഇനി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ, തീരുമാനം എടുത്താൽ മതി. തോന്നിയാസം പോകുന്നവർക്ക് അങ്ങനെ വന്ന് കയറാനുള്ള സ്ഥലമല്ല ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ കുറെ ചൂടാവുകയാണ്. അപ്പോഴേക്ക് ശ്രീകാലം ഞെട്ടിപ്പോയി. ഇനി എന്തേലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ എന്നൊരു സംശയം മനസ്സിലുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് എന്നിട്ട് ഗോമതിക്കും വല്ലാത്തൊരു പേടിയായി. ബാലൻ ഇത് എന്ത് ഭാവിച്ചാ വീട്ടിൽ പോയനോ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.